1/3 a²h ആണ് ഇക്വേഷൻ. അപ്പോൾ h ഇവിടെ തന്നിട്ടില്ല, എല്ലും. ഇനി ഇത് രണ്ട് ഈക്വൽ ആണ്, ഈക്വൽ ടു സൈൻ അപ്പുറമുള്ള കോമൺ ആയിട്ടുള്ള ടൈമിനെ എല്ലാം കട്ട് ചെയ്ത് കളയുന്നു. തന്നിട്ടുണ്ട് 180. ഹൈ, ഇന്നത്തെ വീഡിയോ സോളിഡ്സിനെ കുറിച്ചാണ്. 10ാം ക്ലാസ്സിലെ ഒരു ചാപ്റ്ററാണ് സോളിഡ്സ്. ഇവിടെ സോളിഡ്സിൻ്റെ സർഫസ് ഏരിയ, വോളിയം തുടങ്ങിയുള്ള പ്രോബ്ലംസ് ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, what is the volume of a square pyramid of base edge 10 centimeters and slant height 15 centimeters? Slant height L, ചെരിവ് ഉയരം 15 സെൻറ്റിമീറ്ററും, ബേസ് എഡ്ജ് എ, ബേസ് എഡ്ജ് 10 സെൻറ്റിമീറ്ററുമായ ഒരു സ്ക്വയർ പിരമിഡിൻ്റെ സമചതുര സ്തൂപികയുടെ വോളിയം, വ്യാപ്തം കണ്ടുപിടിക്കണം. ഇവിടെ ബേസ് എഡ്ജ് എ തന്നിട്ടുണ്ട്. ബേസ് എഡ്ജ് എ 10 സെൻറ്റിമീറ്ററും സ്ലാൻ ഹൈറ്റ് എൽ 15 സെൻറ്റിമീറ്ററുമാണ്. എച്ച് തന്നിട്ടില്ല. അപ്പോൾ ഇവിടെ വോളിയം കാണാൻ എച്ച് വേണം. 1/3 a²h ആണ് ഇക്വേഷൻ. അപ്പോൾ എച്ച് ഇവിടെ തന്നിട്ടില്ല, എല്ലും എയും ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എ ആണ് 10 തന്നത്, നമുക്ക് വേണ്ടത് a/2 ആണ്. ഇവിടെ 10നെ മാറ്റി 5 എന്നാക്കും. ഇത് 5 സെൻറ്റിമീറ്റർ. a/2 ആണ് വേണ്ടത്, അപ്പോൾ 5 സെൻറ്റിമീറ്റർ. ഇപ്പോൾ π/0 ഉപയോഗിച്ച് ഇവിടെ ബേസ് എഡ്ജ് എയുടെ പകുതി a/2 എച്ചും എല്ലും ഉൾപ്പെടെ ഒരു മട്ടത്രികോണം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ π/0 ഉപയോഗിച്ച് നമുക്ക് എച്ച് കണ്ടുപിടിക്കാം. h is equal to square root of L² minus a/2 all square ആണ്, ഈക്വൽ ടു റൂട്ട് ഓഫ് 15² മൈനസ് എ 10 ആണ്, എയുടെ പകുതി 5 സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് 225 മൈനസ് 25. അപ്പോൾ h ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 225 മൈനസ് 25 200 ഈക്വൽ ടു h ഈസ് ഈക്വൽ ടു 200ൻ്റെ റൂട്ട്. 200 പെർഫെക്റ്റ് സ്ക്വയർ അല്ല, അതുകൊണ്ട് തന്നെ നമുക്കതിനെ സ്പ്ലിറ്റ് ചെയ്താൽ 10 × 10 × 2 എന്നെടുക്കാം. അപ്പോൾ 10 × 10 100ൻ്റെ റൂട്ട് 10 10 √2 സെൻറ്റിമീറ്റർ എന്ന് കിട്ടുന്നു. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള വാല്യൂസ് L ഈസ് ഈക്വൽ ടു 15 സെൻറ്റിമീറ്റർ, അതുപോലെ h ഈസ് ഈക്വൽ ടു 10 √2 സെൻറ്റിമീറ്റർ, അതുപോലെ a ഈസ് ഈക്വൽ ടു 10 സെൻറ്റിമീറ്റർ. തന്നിട്ടുള്ള വാല്യൂസ് ഒക്കെ എഴുതി. വോളിയമാണ്, വോളിയം ആയതുകൊണ്ട് നമുക്ക് എല്ലാ ആവശ്യമില്ല. പക്ഷേ ഇതിൽ നിന്ന് നമ്മൾ h കണ്ടുപിടിച്ചു. അപ്പോൾ വോളിയം v ഈസ് ഈക്വൽ ടു 1/3 a²h ഈക്വൽ ടു 1/3 × 10², 10 × 10 × h. അപ്പോൾ വോളിയം ഈക്വൽ ടു 1/3 × 10 × 10 × 10 √2 ഈക്വൽ ടു 10 × 10 100, 100 × 10 1000, 1000 √2 ഡിവൈഡ് ബൈ 3 സെൻറ്റിമീറ്റർ ക്യൂബ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2 square pyramids have the same volume. The base edge of one is half that of the other. How many times the height of the second pyramid is the height of the first? രണ്ട് സമചതുര സ്തൂപികകൾക്ക് ഒരേ വ്യാപ്തമാണ്, സെയിം വോളിയം. ദ ബേസ് എഡ്ജ് ഓഫ് വൺ ഈസ് ഹാഫ് ദി അതർ. ഒന്നിൻ്റെ ബേസ് എഡ്ജ് എ, അടുത്തതിൻ്റെ ഹാഫ് ദാറ്റ് ഓഫ് ദി അതർ, പകുതിയാണ്. അപ്പോൾ ഇവയുടെ ഹൈറ്റുകൾ തമ്മിലുള്ള ബന്ധം എന്ത്? ഒന്നാമത്തേതിൻ്റെ എത്ര മടങ്ങാണ് അല്ലെങ്കിൽ എത്ര ഭാഗമാണ്? അപ്പോൾ ഹൈറ്റുകൾ തമ്മിലുള്ള ബന്ധമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ വോളിയത്തെ
V1 എന്നും V2 എന്നും എടുക്കുന്നു. അപ്പോൾ വോളിയം ഈക്വൽ ആണ്. V1 ഈസ് ഈക്വൽ ടു V2. അപ്പോൾ ഒന്നാമത്തേതിൻ്റെ ബേസ് എഡ്ജിനെ എനെ നമ്മൾ എ എന്നെടുത്താൽ അടുത്തതിനെ A/2 എന്നെടുക്കാം. അപ്പോൾ 1/2 /2 എന്നുള്ളത് ഒഴിവാക്കാൻ വേണ്ടി ആദ്യത്തേനെ നമുക്ക് 2A എന്നെടുക്കാം. അപ്പോൾ A1 ഫസ്റ്റ് പിരമിഡിൻ്റെ ബേസ് എഡ്ജ് ഈക്വൽ ടു 2A എന്നെടുക്കും. അതിൻ്റെ എച്ചിനെ H1 ഈക്വൽ ടു H1 എന്ന് തന്നെ എടുക്കുന്നു, കാരണം അവിടുത്തെ റേഷ്യോ തന്നിട്ടില്ല. ഇനി രണ്ടാമത്തതിൻ്റെ വോളിയം V2 ആണ് എടുക്കുന്നത്. അപ്പോൾ രണ്ടാമത്തതിൻ്റെ ബേസ് എഡ്ജ് A2 ഈക്വൽ ടു നമ്മൾ A എന്നെടുത്തു. H2 ഈക്വൽ ടു റേഷ്യോ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് H2 എന്ന് തന്നെ എടുക്കുന്നു. ഇവിടെ വോളിയം സെയിം ആണ്, നമുക്ക് വോളിയത്തിൻ്റെ ഇക്വേഷനിൽ കൊടുക്കാം. അപ്പോൾ വോളിയം സെയിം ആണ്. V is equal to 1/3 2A. A സ്ക്വയറിന് ഇവിടെ 2A എന്ന് കൊടുക്കും. A സ്ക്വയർ H. അപ്പോൾ 1/3 2A ഇൻറ്റു H1 ഈക്വൽ ടു 1/3 A സ്ക്വയർ ഇൻറ്റു H2. അപ്പോൾ ഇവിടെ 1/3 ഇൻറ്റു 4A സ്ക്വയർ, 2Aയുടെ സ്ക്വയർ മൊത്തമായിട്ട് എടുക്കണം, അതുകൊണ്ടാണ് ബ്രാക്കറ്റ് ഇട്ടേക്കുന്നത്. 2Aയുടെ സ്ക്വയർ 4A സ്ക്വയർ H1 ഈക്വൽ ടു 1/3 A സ്ക്വയർ H2. ഇനി ഇത് രണ്ട് ഈക്വൽ ആണ്. ഈക്വൽ ടു സൈൻ അപ്പുറമുള്ള കോമൺ ആയിട്ടുള്ള ടൈമിനെ എല്ലാം കട്ട് ചെയ്ത് കളയുന്നു. അപ്പോൾ 1/3യും 1/3യും കട്ട് ചെയ്തു. A സ്ക്വയറും കട്ട് ചെയ്തു. ബാക്കി വരുന്നത് 4H1 ഈക്വൽ ടു H2. അപ്പോൾ H1ഉം H2ഉം തമ്മിലുള്ള ആ ഒരു റേഷ്യോ കിട്ടി. അപ്പോൾ H1ൻ്റെ 4 ടൈംസ് ആണ് H2. ഇവിടെ ചിന്തിക്കേണ്ട കാര്യം, സെയിം വോളിയം ആകുമ്പോൾ ബേസ് വലുതായാൽ ഹൈറ്റ് കുറഞ്ഞേ പറ്റൂ. ബേസ് ഇവിടെ ഇരട്ടിയാണ്, അപ്പോൾ ഹൈറ്റ് കുറയണം. അപ്പോൾ ഇവിടെ ആദ്യത്തെ സമചതുര സ്തൂപികയുടെ ഉയരത്തിൻ്റെ 4 മടങ്ങ്, ഉയരത്തിനെ 4 കൊണ്ട് ഗുണിച്ചാലാണ് രണ്ടാമത്തെ സമചതുര സ്തൂപികയുടെ ഉയരം കിട്ടുക. ഇല്ലെങ്കിൽ നേരെ തിരിച്ച് രണ്ടാമത്തെ സമചതുര സ്തൂപികയുടെ ഉയരത്തിൻ്റെ 4/1 മാത്രമേ ആദ്യത്തെ സ്തൂപികയുടെ ഉയരമുള്ളൂ. കാരണം അവിടെ ബേസ് കൂടുതലാണ്, അപ്പോൾ ഉയരം കുറയും. ഹൈറ്റ് ഓഫ് ദ സെക്കൻഡ് പിരമിഡ് ഈസ് ഈക്വൽ ടു 4 times the height of the first pyramid. Next question. The base edge of two square pyramids are in the ratio 1:2 and their heights in the ratio 1:3. The volume of the first is 180 cubic centimeters. What is the volume of the second? രണ്ട് സമചതുര സ്തൂപികളുടെ ബേസ് എഡ്ജ് ഓഫ് ടു സ്ക്വയർ പിരമിഡ്സ്, അവയുടെ പാദവക്കുകൾ തമ്മിലുള്ള അംശബന്ധം 1:2 ആണ്. അതുപോലെ അവയുടെ ഹൈറ്റുകൾ, ഉയരങ്ങൾ തമ്മിലുള്ള റേഷ്യോ 1:3 ആണ്. ഒന്നാമത്തതിൻ്റെ വോളിയം തന്നിട്ടുണ്ട്, അത് വെച്ച് രണ്ടാമത്തതിൻ്റെ വോളിയം കണ്ടുപിടിക്കുക. ഇവിടെ വോളിയം ഈക്വൽ അല്ല, ഒന്നിൻ്റെ വോളിയത്തിൽ നിന്നും അടുത്തതിൻ്റെ വോളിയം കണ്ടുപിടിക്കണം. അപ്പോൾ ഓരോന്നിൻ്റെയും നമുക്ക് അളവുകൾ എഴുതാം. ഒന്നാമത്തേതിൻ്റെ A1 ഈക്വൽ ടു A എന്നെഴുതി. A2 ഈസ് ഈക്വൽ ടു 1:2 ആണ്, അതിന് നമ്മൾ 2A എന്ന് എടുക്കുന്നു. അതുപോലെ ആദ്യത്തേതിൻ്റെ ഹൈറ്റ് H1 ഈസ് ഈക്വൽ ടു H എന്നെടുക്കുന്നു. അപ്പോൾ H2 ഈക്വൽ ടു, ഇവിടുത്തെ റേഷ്യോ 1:3 ആണ്, അപ്പോൾ നമ്മൾ 3H എന്ന് വിചാരിക്കുന്നു. ഇനി ആദ്യത്തേതിൻ്റെ വോളിയം V1 ഈക്വൽ ടു 1/3 A സ്ക്വയർ H ഈക്വൽ ടു തന്നിട്ടുണ്ട് 180. അപ്പോൾ A സ്ക്വയർ H ഈസ് ഈക്വൽ ടു 180 ഇൻറ്റു 3 അവിടെ നിർത്തുന്നു. മൾട്ടിപ്ലൈ ചെയ്യുന്നില്ല, കാരണം കട്ട് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടാവും. ഇനി രണ്ടാമത്തേതിൻ്റെ വോളിയം V2 ഈക്വൽ ടു 1/3 A സ്ക്വയർ H തന്നെയാണ്. അപ്പോൾ 1/3 A സ്ക്വയർ Hൽ രണ്ടാമത്തേതിൻ്റെ A നമ്മൾക്ക് 2A എന്നാണ് കിട്ടിയിരിക്കുന്നത്. 2A
ഹോൾ സ്ക്വയർ ഇൻറ്റു അവിടുത്തെ എച്ച് 3h ഈക്വൽ ടു 1/3 ഇൻറ്റു 4a സ്ക്വയർ ഇൻറ്റു 3h. ഇവിടെ ഇനി ഞാൻ ഈ 3നെയും ഈ 3നെയും കട്ട് ചെയ്യുന്നു. ഈക്വൽ ടു നമുക്ക് 4a സ്ക്വയർ h ആണ്. ഈക്വൽ ടു 4 ഇൻറ്റു എ സ്ക്വയർ എച്ച് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. എ സ്ക്വയർ എച്ച് ഈസ് ഈക്വൽ ടു 180 ഇൻറ്റു 3 ആണ്. ഈക്വൽ ടു നമ്മുടെ ആൻസർ 4 ഇൻറ്റു 180 ഇൻറ്റു 3. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റിൽ നിന്ന് ഫസ്റ്റ് പിരമിഡിൻ്റെ വോളിയത്തിൽ നിന്നും അത് വോളിയം കാണാൻ നമുക്കറിയാം. അവിടുത്തെ റേഷ്യോ വെച്ചിട്ട് നമ്മൾ എ സ്ക്വയർ എച്ച് ഈസ് ഈക്വൽ ടു 180 ഇൻറ്റു 3 എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. സെക്കൻഡ് ഇക്വേഷൻ വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഈ പറഞ്ഞ അതേ അന്ന് നേരത്തെ കണ്ടുപിടിച്ച എ സ്ക്വയർ എച്ചിനെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എ സ്ക്വയർ എച്ചിന് പകരം 180 ഇൻറ്റു 3 എന്ന് കൊടുക്കുന്നു. അപ്പോൾ 4 ഇൻറ്റു 180 ഇൻറ്റു 3 ആണ് രണ്ടാമത്തെ സ്ക്വയർ പിരമിഡിൻ്റെ വോളിയം. അപ്പോൾ ഇവിടെ V2 ഇസ് ഈക്വൽ ടു 4 ഇൻറ്റു 180 ഇൻറ്റു 3 എന്ന് കിട്ടുന്നു. 4 ഇൻറ്റു 3 12, 12 ഇൻറ്റു 180 ഈക്വൽ ടു സെക്കൻഡ് പിരമിഡിൻ്റെ വോളിയം 2160. 2160. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓൾ എഡ്ജസ് ഓഫ് എ സ്ക്വയർ പിരമിഡ് ആർ 18 സെൻറ്റിമീറ്റേഴ്സ്. വാട്ട് ഈസ് ഇറ്റ്സ് വോളിയം? ഒരു സമചതുര സ്തൂപികയുടെ എല്ലാ വക്കുകളും ഓൾ എഡ്ജസ് 18 സെൻറ്റിമീറ്റർ ആണ്, 18 സെൻറ്റിമീറ്റർ ആണ്. വാട്ട് ഈസ് ഇറ്റ്സ് വോളിയം? ഇതിൻ്റെ വ്യാപ്തം കണ്ടുപിടിക്കുക. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ എഴുതാം. എല്ലാ എഡ്ജുകളും, അപ്പോൾ ഫസ്റ്റ് ബേസ് എഡ്ജ് എ ഇസ് ഈക്വൽ ടു അത് 18 സെൻറ്റിമീറ്റർ ആണ്. പിന്നെയുള്ളത് ലേറ്ററൽ എഡ്ജാണ് ഇ ഈക്വൽ ടു 18 സെൻറ്റിമീറ്റർ ആണ്. ഇ അറിയാം, എ അറിയാം, എച്ച് അറിയില്ല, എൽ അറിയില്ല. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഡി അറിയാമായിരുന്നെങ്കിൽ ഇയിൽ നിന്ന് തന്നെ എച്ച് കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇവിടെ ഡയഗണൽ അറിയില്ല, എൽ അറിയില്ല, നമുക്ക് വേണ്ടത് എച്ച് ആണ്. അപ്പോൾ ഇതിൽ നിന്നും ഇയും അതായത് ലേറ്ററൽ എഡ്ജും a/2 കൂടെ ഉപയോഗിച്ചാൽ നമുക്ക് അവിടെ നിന്നും എല്ല് കണ്ടുപിടിക്കാം. എല്ല് കണ്ടുപിടിച്ചാൽ എല്ലും a/2 ഉപയോഗിച്ച് എച്ച് കണ്ടുപിടിക്കാം. ഇവിടെ എല്ല് a/2 ഇ. ഇവിടെ ഈ 3 അളവുകൾ ഉപയോഗിച്ച് എല്ലറിയില്ല, അപ്പോൾ ഈ 2 അളവുകൾ ഉപയോഗിച്ച് നമുക്ക് എല്ല് കണ്ടുപിടിക്കാം. എൽ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഇ സ്ക്വയർ മൈനസ് a/2 ഹോൾ സ്ക്വയർ ആണ്. അതുപോലെ തന്നെ എല്ല് കിട്ടിയാൽ ഇത് എല്ലാണെങ്കിൽ എല്ലും എച്ചും a/2 ചേർന്ന് ഒരു റൈറ്റ് ട്രയാങ്കിൾ ഉണ്ടാകുന്നുണ്ട്. അവിടെ നിന്നും എച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എൽ സ്ക്വയർ മൈനസ് a/2 ഹോൾ സ്ക്വയർ. അതിൽ നിന്ന് നമുക്ക് എച്ചും കണ്ടുപിടിക്കാം. ഇനി എച്ച് കിട്ടിയാൽ എച്ചും എയും ഉണ്ടെങ്കിൽ വോളിയം കണ്ടുപിടിക്കാം. അപ്പോൾ ഫസ്റ്റ് എൽ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഇ സ്ക്വയർ മൈനസ് a/2 ഹോൾ സ്ക്വയർ. ഈ ഇക്വേഷൻ ഉപയോഗിക്കുന്നു. ഈക്വൽ ടു റൂട്ട് ഓഫ് ഈ നമുക്ക് തന്നിട്ടുണ്ട് 18 ആണ്, എല്ലാ എഡ്ജും 18 ആണ്. അപ്പോൾ 18 സ്ക്വയർ മൈനസ് a/2 a9 ആണ്, അപ്പോൾ a/2 സോറി a18 ആണ്, അപ്പോൾ a/2 9 ആണ്. 9 സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് 18 സ്ക്വയർ 324 മൈനസ് 81 ഈക്വൽ ടു റൂട്ട് ഓഫ് 243 ഈക്വൽ ടു ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അപ്പോൾ നമ്മൾ ഡിവിഷൻ മെത്തേഡിലോ ഫാക്ടറൈസേഷൻ മെത്തേഡിലോ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണം.
അപ്പോൾ പോയിൻ്റൊക്കെയാണ് വരിക. സ്ക്വയർ റൂട്ട് കാണുന്നൊരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ഡിവിഷൻ മെത്തേഡിൽ 2 ഗ്രൂപ്പാക്കി തിരിച്ചിട്ട് എങ്ങനെ സ്ക്വയർ റൂട്ട് കാണാം മുമ്പത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നോക്കിയാൽ പെട്ടെന്ന് സ്ക്വയർ റൂട്ട് കാണുന്ന വിധം മനസ്സിലാവും. അപ്പോൾ ഞാൻ സ്ക്വയർ റൂട്ട് എഴുതുന്നു. പോയിൻ്റാണ് കിട്ടുക. 243ൻ്റെ റൂട്ട് 15.6 സെൻറ്റിമീറ്റർ. അപ്പോൾ എല്ല് കിട്ടി. ഇനി നമുക്ക് എച്ച് കണ്ടുപിടിക്കണം. എച്ച് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എൽ സ്ക്വയർ മൈനസ് a/2 ഓൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എൽ സ്ക്വയർ. എൽ നമ്മൾ കണ്ടുപിടിച്ചു. എൽ സ്ക്വയർ നമുക്കറിയാം 243 ആണ്. ഇവിടെ ഈ കണക്കിൽ എൽ സ്ക്വയർ കണ്ടുപിടിച്ചില്ലെങ്കിൽ എല്ലിൻ്റെ റൂട്ട് എല്ലായിട്ട് റൂട്ട് കണ്ടുപിടിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. കാരണം നമുക്ക് എല്ലിയുടെ ആവശ്യമില്ല, എച്ച് ആണ് ആവശ്യം. അപ്പോൾ 243ൻ്റെ റൂട്ട് എടുത്തില്ലെങ്കിലും പ്രശ്നമില്ല, അതിൻ്റെ സ്ക്വയർ വീണ്ടും കാണണം. അപ്പോൾ 243 മൈനസ് a/2 9 ആണ്. 9 സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് 243 മൈനസ് 81 ഈക്വൽ ടു റൂട്ട് ഓഫ് 162 ഈക്വൽ ടു 12.7 സെൻറ്റിമീറ്റർ. ഇവിടെ 162ൻ്റെ റൂട്ട് കാണാതിരിക്കാൻ പറ്റില്ല, അത് ചെയ്ത് കണ്ടുപിടിക്കണം. എല്ല് ഇനി ഈ ക്വസ്റ്റിനകത്ത് സർഫസ് ഏരിയ ആണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് എല്ല് കണ്ടുപിടിക്കണം. ഇവിടെ വോളിയം മാത്രം ചോദിച്ചിട്ടുള്ളതുകൊണ്ട് എച്ച് മതി. അതുകൊണ്ട് തന്നെ 243യുടെ റൂട്ട് കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം അടുത്ത ഇക്വേഷനിൽ എൽ സ്ക്വയർ എടുക്കുന്നത് 243 തന്നെ എടുത്താലും ഇപ്പോൾ ചെയ്തപോലെ നമുക്ക് ചെയ്യാം. ഇനി നമുക്ക് വോളിയം കണ്ടുപിടിക്കാം. വോളിയം ഈസ് ഈക്വൽ ടു ബേസ് ഏരിയ 1/3 ഇൻറ്റു ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് 1/3 ഇൻറ്റു എ സ്ക്വയർ എച്ച് ഈക്വൽ ടു 1/3 ഇൻറ്റു എ സ്ക്വയർ എ 18 ആണ്. 18 ഇൻറ്റു 18 ഇൻറ്റു എച്ചിൻ്റെ വാല്യൂ 12.7 ഈക്വൽ ടു വേണമെങ്കിൽ 18 സ്ക്വയർ 324 എടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഇതിനെ കട്ട് ചെയ്യാം. 1/3 ഇൻറ്റു 324 ഇൻറ്റു 12.7 പിന്നെ മൾട്ടിപ്ലൈ ചെയ്താൽ ഈക്വൽ ടു 1371.6. Next question. The slant height of a square pyramid is 25 centimeters and its surface area is 896 square centimeters. What is its volume? ഇവിടെ ഒരു സ്ക്വയർ പിരമിഡിൻ്റെ സ്ലാൻഡ് ഹൈറ്റ്, അതായത് എൽ ചെരിവ് ഉയരം എൽ 25 സെൻറ്റിമീറ്ററും ഇതിൻ്റെ സർഫസ് ഏരിയ ആകെ ഉപരിതല പരപ്പളവ് 896 സെൻറ്റിമീറ്റർ സ്ക്വയറുമാണ്. ഇതിൻ്റെ വോളിയം കണ്ടുപിടിക്കണം. നമുക്കിവിടെ സർഫസ് ഏരിയ തന്നിട്ടുണ്ട്. അപ്പോൾ തന്നിട്ടുള്ളത് എന്താണോ അതിൻ്റെ ഇക്വേഷൻ എഴുതുക. അതിൽ അറിയാവുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതുപയോഗിച്ച് മറ്റ് വാല്യൂസ് കാണാം. ഇപ്പോൾ ഇവിടെ തന്നിട്ടുള്ള കാര്യങ്ങൾ എൽ ഈസ് ഈക്വൽ ടു 25 സെൻറ്റിമീറ്റർ എന്നും സർഫസ് ഏരിയ 896 ആണ്. സർഫസ് ഏരിയ എന്ന് പറയുന്നത് എ സ്ക്വയർ പ്ലസ് 2AL ഈക്വൽ ടു 896. ഇതിൽ നമുക്ക് അറിയാവുന്നത് എല്ല് മാത്രമാണ്. അപ്പോൾ എ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ ഇൻറ്റു എൽ 25 ഈക്വൽ ടു 896. അപ്പോൾ ഇവിടെ ഇക്വേഷൻ എ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 25 50 50A ഈക്വൽ ടു 896 എന്ന് മാറി. ഇവിടെ ഈ ഇക്വേഷൻ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനായിട്ട് കിട്ടുന്നു. എ സ്ക്വയർ പ്ലസ് 50A മൈനസ് 896 ഈക്വൽ ടു 0 എന്ന ഫോമിലേക്ക് ഈ ഇക്വേഷൻ മാറുന്നു. ആ ഇക്വേഷനെ സോൾവ് ചെയ്താലാണ് നമുക്ക് എ കണ്ടുപിടിക്കാൻ പറ്റുക.
ഇനി അതിൽ നിന്നും എ കണ്ടുപിടിച്ച് എയും എല്ലും ഉപയോഗിച്ച് എച്ച് കണ്ടുപിടിച്ചാൽ നമുക്ക് വോളിയം കണ്ടുപിടിക്കാം. ഇനി ഈ ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ് ക്വാഡ്രാറ്റിക് ഫോർമുല. ഇതിനെ സോൾവ് ചെയ്യാൻ ഇവിടുത്തെ രണ്ടാമത്തെ ടേം 50a ആണ്. അപ്പോൾ 50 എന്നുള്ളതൊരു ഈവൻ നമ്പറാണ്. നമുക്ക് അതിൻ്റെ പകുതി എടുക്കാം. അപ്പോൾ നമുക്ക് ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിക്കാതെ കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡിൽ പെട്ടെന്ന് തന്നെ ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ ഇക്വേഷനെ കംപ്ലീറ്റ് സ്ക്വയർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ a+b ഹോൾ സ്ക്വയർ എന്നല്ലെങ്കിൽ x+y ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഇക്വേഷനെ മാറ്റി എഴുതുന്നു. a² പ്ലസ് 50a പ്ലസ് ഈ 50യുടെ പകുതി 25 സ്ക്വയർ ഈക്വൽ ടു ഈ കംപ്ലീറ്റ് സ്ക്വയർ മെത്തേഡ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷണൽ ചാപ്റ്ററിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇക്കൊല്ലം തന്നെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇനി ചെയ്യേണ്ടത് ഇവിടെയുള്ള 896 അതിൻ്റെ കൂടെ ഈ 25ൻ്റെ സ്ക്വയർ ചേർക്കുക. ഇവിടെ നമ്മൾ എക്സ്ട്രാ അഡീഷണൽ 25ൻ്റെ 25 സ്ക്വയർ ഇവിടെ ചേർത്തു. അപ്പോൾ ഇവിടെയുള്ള 896 പ്ലസ് 25ൻ്റെ സ്ക്വയറായ 625 ഇതിൻ്റെ കൂടെ ചേർക്കും. അപ്പോൾ ഇവിടെ a² പ്ലസ് 50a പ്ലസ് 25 സ്ക്വയർ ഈക്വൽ ടു 896 625 കൂട്ടിയാൽ 1525. അപ്പോൾ ഇവിടെ a² പ്ലസ് 50a പ്ലസ് 25 സ്ക്വയർ എന്നുള്ളതിനെ a പ്ലസ് 25 ഹോൾ സ്ക്വയർ എന്നെടുക്കുന്നു ഈക്വൽ ടു 1525. ഇനി a പ്ലസ് 25 ഈക്വൽ ടു 1525ൻ്റെ റൂട്ട് ഇവിടെ a² പ്ലസ് 50a പ്ലസ് 25 സ്ക്വയർ ഈക്വൽ ടു 896 625 തമ്മിൽ കൂട്ടുന്നു. നമുക്ക് 1521. അപ്പോൾ ഇവിടെ a² പ്ലസ് 50a പ്ലസ് 25 സ്ക്വയർ a+b ഹോൾ സ്ക്വയർ എന്ന ഫോമിൽ ആകുമ്പോൾ ഇവിടെ a പ്ലസ് 25 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1521. അപ്പോൾ a പ്ലസ് 25 ഈക്വൽ ടു റൂട്ട് ഓഫ് 1521 ഈക്വൽ ടു 39. a പ്ലസ് 25 ഈക്വൽ ടു 39. ഇവിടെ പോസിറ്റീവ് വാല്യൂ മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം നമുക്കിവിടെ കിട്ടുന്നത് ഒരു ലെന്താണ്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ മൈനസ് ഇട്ട് ചെയ്താലും ഈ 25 അപ്പുറത്ത് വന്നാലും -39 -25 വന്നാലും നമുക്ക് മൈനസ് വാല്യൂ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് പോസിറ്റീവ് വാല്യൂ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്കിവിടെ a ഈസ് ഈക്വൽ ടു 39 മൈനസ് ഇവിടെ a പ്ലസ് 25 ആണ് അപ്പുറത്തേക്ക് പോകുന്നു. അപ്പോൾ അത് മൈനസ് ആവുന്നു. 39 മൈനസ് 25. അപ്പോൾ a ഈസ് ഈക്വൽ ടു 14 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഇനി ഇവിടെ a കിട്ടി. പക്ഷെ നമുക്ക് വോളിയം ആണെങ്കിൽ h വേണം. പക്ഷെ നമുക്കിവിടെ L അറിയാം. സ്ലാൻ ഹൈറ്റ് ഓഫ് എ സ്ക്വയർ പിരമിഡ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ h കാണാൻ h ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് L² മൈനസ് a/2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു L അറിയാം 25. റൂട്ട് ഓഫ് 25 സ്ക്വയർ മൈനസ് സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് 625 മൈനസ് 49 ഈക്വൽ ടു റൂട്ട് ഓഫ് 576 ഈക്വൽ ടു 24. ഇവിടെയും നെഗറ്റീവ് വാല്യൂ എടുത്തിട്ടില്ല. എച്ചിന് നമുക്ക് നെഗറ്റീവ് ആകാൻ പറ്റില്ല. അതുകൊണ്ട് 24 സെൻറ്റിമീറ്റർ ആണ് h. അപ്പോൾ ഇവിടെ നമുക്ക് ആവശ്യമുള്ള വാല്യൂസ് എല്ലാം കിട്ടി. ഇനി ഇക്വേഷനിൽ കൊടുത്ത് വോളിയം കണ്ടുപിടിക്കാം. a ഈസ് ഈക്വൽ ടു 14 ആണ്. അതുപോലെ h ഈസ് ഈക്വൽ ടു 24 ആണ്. ഇനി വോളിയം v ഈസ് ഈക്വൽ ടു 1/3 a² h ഈക്വൽ ടു
1/3 ഇൻറ്റു എ 14 14 ഇൻറ്റു 14 196 ഇൻറ്റു എച്ച് 24 3നെയും 24നെയും കട്ട് ചെയ്യാം 8. അപ്പോൾ ഇവിടെ വി ഈസ് ഈക്വൽ ടു 196 ഇൻറ്റു 8 ഈക്വൽ ടു 1568 സെൻറ്റിമീറ്റർ ക്യൂബ്. ഇവിടെ ചെയ്ത് സ്ലാൻ ഹൈറ്റ് ആണ് നമുക്ക് തന്നത്, അതുപോലെ സർഫസ് ഏരിയ തന്നു. അപ്പോൾ ചെയ്ത വഴി ഒന്നുകൂടി പറയുന്നു, തന്നിട്ടുള്ള ഇതെന്താണോ അതിൻ്റെ ഇക്വേഷൻ. ഇവിടെ നമുക്ക് സർഫസ് ഏരിയ തന്നു, അപ്പോൾ നമ്മൾ സർഫസ് ഏരിയയുടെ ഇക്വേഷൻ എഴുതി. ഇനി അതിൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ ആകെ സ്ലാൻ ഹൈറ്റ് മാത്രമേ ഉള്ളൂ, അപ്പോൾ നമ്മൾ സ്ലാൻ ഹൈറ്റ് എഴുതി വെച്ചു. അതിൽ നിന്ന് നമുക്കൊരു ഇക്വേഷൻ ഉണ്ടാക്കാൻ പറ്റി. ആ ഇക്വേഷനെ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഉണ്ടാക്കി ആ ഇക്വേഷനെ സോൾവ് ചെയ്തപ്പോൾ നമുക്ക് എ കിട്ടി. അപ്പോൾ എയും എല്ലും നമുക്കായി. ഇനി ആ എയും എല്ലും എന്നത് ഇത് കുറച്ച് ഇവിടെ ഉപയോഗിച്ചിട്ട് അത് റൈറ്റ് ട്രയാങ്കിൾ ആണെന്നറിയാം. അവിടെ എയുടെ വാല്യൂ എല്ലിൻ്റെ വാല്യൂ, അതായത് a/2 വാല്യൂയും എല്ലിൻ്റെ വാല്യൂ ഉപയോഗിച്ച് എച്ച് കണ്ടുപിടിച്ചു. നമുക്ക് വോളിയം കാണാൻ വേണ്ടത് എയും എച്ചും ആണ്. അങ്ങനെ എയും എച്ചും കിട്ടി. അപ്പോൾ 1/3 a² എന്നുള്ള ഇക്വേഷനിൽ കൊടുത്തു. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്തു, നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ വോളിയം 1568 സെൻറ്റിമീറ്റർ ക്യൂബ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. All edges of a square pyramid are of the same length and its height is 12 centimeters. What is its volume? ഒരു സമചതുര സ്തൂപികയുടെ എല്ലാ വക്കുകളും ഒരേ നീളമാണ്. ഹൈറ്റ് 12 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. വോളിയം കണ്ടുപിടിക്കണം. വോളിയം കാണാൻ നമുക്ക് 1/3 a² h വേണം. എ നമുക്കറിയില്ല, എച്ച് അറിയാം. എ കണ്ടുപിടിക്കണം, പക്ഷേ എ കണ്ടുപിടിക്കാനുള്ള വഴികളൊന്നും ഇവിടെ ഇല്ല. ആകെ നമുക്കറിയാവുന്നത് എയും ഇയും ഈക്വൽ ആണ് നമുക്കറിയാം. അപ്പോൾ നമുക്ക് അങ്ങനെ അതിൽ നിന്നൊരു ഇക്വേഷൻ ഉണ്ടാക്കി, ഇപ്പോൾ ഏത് വസ്തുക്കളാണെങ്കിലും ഉപയോഗിക്കാം. ആ ഇക്വേഷൻ ഉണ്ടാക്കിയിട്ട് നമുക്ക് എ കണ്ടുപിടിക്കും. എ കണ്ടുപിടിച്ചാൽ എച്ച് തന്നിട്ടുണ്ട്, വോളിയം കണ്ടുപിടിക്കാം. ഇവിടെ എച്ചും ഇയും ഉൾപ്പെടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ ഉണ്ടാക്കണമെങ്കിൽ അവിടെ എച്ചും ഇയും d/2 ആണ് തമ്മിൽ കണക്ഷൻ ഉള്ളത്. പക്ഷെ നമുക്കിവിടെ ഡി അറിയില്ല, എയും അറിയില്ല. പക്ഷെ എയും ഇയും ഈക്വൽ ആണെന്നറിയാം. പിന്നെ ഉള്ളത് ഈ സ്ക്വയർ പിരമിഡിൻ്റെ ബേസ്. അവിടെ നോക്കുക, പടത്തിൽ നോക്കുക, എയും ഉണ്ട് ഡിയും ഉണ്ട്. അപ്പോൾ ഇവിടെ ആ സ്ക്വയറിന് ഒരു ഡയഗണൽ വരച്ചിട്ടുണ്ട് ഡി. അപ്പോൾ ഡിയും എയും തമ്മിൽ ഉള്ള ബന്ധം മുമ്പ് പഠിച്ചിട്ടുണ്ടാവും. എ ഈസ് ഈക്വൽ ടു d/√2 എന്നും അതുപോലെ ഡി ഈസ് ഈക്വൽ ടു a√2 എന്നും മുമ്പ് പഠിച്ചിട്ടുള്ള ഇക്വേഷനാണ്. ഇല്ലെങ്കിൽ തന്നെ ഇവിടെ നമ്മൾ പൈതഗോറസ് തിയറം ഉപയോഗിച്ചാലും d² ഈസ് ഈക്വൽ ടു √(a² + a²). അതായത് അപ്പോൾ ഡി ഈസ് ഈക്വൽ ടു നമുക്ക് a√2 എന്ന് കിട്ടും. d² ഈസ് ഈക്വൽ √(a²) കിട്ടും. അതായത് ഡി ഈസ് ഈക്വൽ ടു √2a², അതായത് √2a എന്ന് കിട്ടും. അപ്പം അങ്ങനെ ഒരു ഇക്വേഷൻ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഡിയും എയും തമ്മിലൊരു ബന്ധമായി. ഇനി നമുക്ക് അതിൽ നിന്നും എച്ച് കണ്ടുപിടിക്കാൻ. നമുക്ക് എയും ഇയും ഈക്വൽ ആണെന്നറിയാം, കാരണം എല്ലാ എഡ്ജുകളും തുല്യമാണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും എച്ച് കാണാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ടാക്കാം. അതായത് എച്ച് ഈസ് ഈക്വൽ ടു √, രണ്ടാമത്തെ ത്രികോണത്തിൽ നോക്കുക, അവിടുന്ന് ആ റൈറ്റ് ട്രയാങ്കിളിൽ നിന്ന് പൈതഗോറസ് തിയറം ഉപയോഗിച്ചാണ് നമ്മളിപ്പോൾ ഇക്വേഷൻ ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ഈ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവും. ഇവിടെ എച്ച് ഈസ് ഈക്വൽ ടു e² മൈനസ് d/2 ഹോൾ സ്ക്വയർ ആണ്. നമുക്ക് ആ ഇക്വേഷനെ മാറ്റി എഴുതാം. ഈ ഡീനെ എയുടെ ടേമിലേക്ക്
മാറ്റി എഴുതാം. അപ്പോൾ ഇവിടെ h ഈസ് ഈക്വൽ ടു ഇ സ്ക്വയർ മൈനസ് d/2 എന്നതിന് പകരം ഡിക്ക് a√2 എന്നുള്ള വാല്യൂ കൊടുത്തു. അപ്പോൾ ഇ സ്ക്വയർ മൈനസ് a√2/2 എന്നാവുന്നു. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്കിവിടെ ആകെ h മാത്രമേ അറിയുള്ളൂ. എച്ചിൽ നിന്നും വേണം നമ്മൾ ഈ ഇക്വേഷൻ ഉണ്ടാക്കിയിട്ട് വേണം a കണ്ടുപിടിക്കാൻ. ഈക്വൽ ടു റൂട്ട് ഓഫ്, ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഇ സ്ക്വയർ നമുക്കറിയില്ല, എയും നമുക്കറിയില്ല. അപ്പോൾ ഒരു വേരിയബിളിൻ്റെ ടൈമിലേക്ക് വന്നാലേ നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇ സ്ക്വയർ, ഇയും എയും ഈക്വൽ ആണ് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇ സ്ക്വയറിന് പകരം ഇവിടെ എ സ്ക്വയർ എഴുതുന്നു. എ സ്ക്വയർ മൈനസ്, ഇനി ശ്രദ്ധിക്കേണ്ടത് അവിടെ ഇവിടെ √2 ഉണ്ട്. ഈ √2നെയും ഈ 2നെയും കട്ട് ചെയ്യാം. കാരണം √2 × √2 ആണ് 2. ഇപ്പോൾ ഇവിടുത്തെ ഇക്വേഷൻ a/√2 ഹോൾ സ്ക്വയർ എന്നായിട്ട് മാറുന്നു. എ സ്ക്വയർ മൈനസ് a/√2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് a²/2 എന്നായി മാറുന്നു. ഇവിടെ h ഈസ് ഈക്വൽ ടു a² മൈനസ് a²/2 ഈക്വൽ ടു റൂട്ട് ഓഫ്, ഇവിടെ 2 × a², 2a², 2a² മൈനസ് a². അപ്പോൾ വീണ്ടും a² തന്നെ. ഇത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇത് മൈനസ് ചെയ്യുന്നു, സാധാരണ ഫ്രാക്ഷൻ ചെയ്യുന്ന പോലെ. അപ്പോൾ 2 × a², 2a², 2a² മൈനസ് a² a²/2 റൂട്ട് ഓഫ് a²/2. അത് ഈക്വൽ ടു, നമുക്കിവിടെ എച്ചിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, h 12 ആണ്. ഈക്വൽ ടു 12 എന്ന് എഴുതുന്നു. അപ്പോൾ ഇവിടെ ഇക്വേഷൻ റൂട്ട് ഓഫ് a²/2 ഈക്വൽ ടു എന്താണ്, a/√2 ഈക്വൽ ടു 12. അതിൽ നിന്നും a ഈസ് ഈക്വൽ ടു √2നെ ഈക്വൽ ടു സൈൻ്റെ അപ്പുറത്തേക്ക് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ 12√2 എന്ന് കിട്ടുന്നു. ഇത്രയും സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്കിവിടെ h ഈസ് ഈക്വൽ ടു 12 എന്നും a ഈസ് ഈക്വൽ ടു 12√2 എന്നും കിട്ടി. എല്ലാ വശങ്ങളും എല്ലാ എഡ്ജുകളും തുല്യമാണ് എന്ന് മാത്രമേ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളൂ. ആകെ തന്നിട്ടുള്ളത് ഈ h ആണ്, 12 സെൻറ്റിമീറ്റർ ആണ്. പിന്നെ നമുക്ക് എല്ലാ എഡ്ജും തുല്യമായതുകൊണ്ട് എയും ഇയും ഈക്വൽ ആണെന്ന് നമുക്ക് മനസ്സിലായി. അതുപോലെ സ്ക്വയർ ആയതുകൊണ്ട്, സ്ക്വയർ പിരമിഡിൻ്റെ ബേസ് സ്ക്വയർ ആയതുകൊണ്ട് സ്ക്വയറിൻ്റെ ഡയഗണൽ ഉപയോഗിച്ച് ഡയഗണലും ഒരു സൈഡും തമ്മിലുള്ള ബന്ധം d ഈസ് ഈക്വൽ ടു a√2 എന്നുള്ളത്, അല്ലെങ്കിൽ a ഈസ് ഈക്വൽ ടു d/√2 എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചു. പിന്നെ അവിടെ എച്ചും d/2ഉം ഇയും ഉൾപ്പെടുന്ന ഇക്വേഷൻ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ എച്ച് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു. എച്ച് നമുക്കറിയാം, എങ്കിലും എച്ച് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനിൽ കൊടുത്ത് അതിൽ നിന്നും എയും ഇയും ഈക്വൽ ആണെന്ന് എഴുതി, ഡിയും എയും തമ്മിലുള്ള ബന്ധം ഉപയോഗിച്ച് എല്ലാ വാല്യൂസിനെ നമ്മൾ എയുടെ ഫോമിലേക്ക് മാറ്റി. പിന്നെ എ മാത്രം, എ എന്നുള്ള ഒറ്റ വേരിയബിൾ ഉൾപ്പെടുന്ന ഒരു ഇക്വേഷനായിട്ട് നമുക്ക് കിട്ടി. അവിടെ നമുക്ക് h അറിയാം, h ഈസ് ഈക്വൽ ടു എന്നാണ് നമുക്ക് കിട്ടുന്നത് ആ ഇക്വേഷൻ. അതിൽ നിന്നും എച്ചിൻ്റെ വാല്യൂ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എ കണ്ടുപിടിച്ചു. ഇപ്പോൾ നമുക്ക് എയുടെ വാല്യൂ അറിയാം, എച്ചിൻ്റെ വാല്യൂ അറിയാം. അപ്പോൾ പ്രശ്നങ്ങൾ തീർന്നു. ഇനി ഡയറക്റ്റ് വോളിയം കണ്ടുപിടിക്കുക. അപ്പോൾ ഇനി എളുപ്പമായി വോളിയം ഈസ് ഈക്വൽ ടു 1/3 a² h ഈക്വൽ ടു 1/3 ഇൻറ്റു a 12√2 ആണ്. 12√2ൻ്റെ സ്ക്വയർ ഇൻറ്റു h 12 ആണ്, 12. അപ്പോൾ ഇവിടെ 1/3 ഇൻറ്റു 12√2ൻ്റെ സ്ക്വയർ, 12ൻ്റെ സ്ക്വയർ 144 ഇൻറ്റു √2ൻ്റെ സ്ക്വയർ 2 ഇൻറ്റു നമ്മുടെ h 12. ഇനി ഇവിടെ നമുക്ക് ഈ 3നെയും ഈ 12നെയും കട്ട് ചെയ്യാം. ഈക്വൽ ടു 4 ഈക്വൽ ടു 144 ഇൻറ്റു 2 ഇൻറ്റു 4 8 ഈക്വൽ ടു 1152.
152 സെൻറ്റിമീറ്റർ ക്യൂബ്. 1/3 ഇൻറ്റു 12 റൂട്ട് 2ൻ്റെ സ്ക്വയർ. അപ്പോൾ 12ൻ്റെ സ്ക്വയർ ഇൻറ്റു റൂട്ട് 2ൻ്റെ സ്ക്വയർ. റൂട്ട് 2ൻ്റെ സ്ക്വയർ 2. അപ്പോൾ 144 ഇൻറ്റു 2 ഇൻറ്റു ഹൈറ്റ് 1/3 a സ്ക്വയർ h. ഇക്വേഷനിൽ വെറുതെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, മൾട്ടിപ്ലൈ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. വാല്യൂസ് കണ്ടുപിടിക്കാൻ വേണ്ടി, കണ്ടുപിടിക്കാൻ വേണ്ടിയായിരുന്നു ഈ കണക്കിൽ കൂടുതലായിട്ട് നമ്മൾ സമയം ഉപയോഗിച്ചത്. പിന്നെ ഡയറക്റ്റ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 144 ഇൻറ്റു 8 1152 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് ആൻസർ കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what is the surface area of a square pyramid of base perimeter 64 centimeters and volume 1280 cubic centimeters? What is the surface area? കണ്ടുപിടിക്കുന്ന സർഫേസ് ഏരിയ ആണ്. ഒരു സമചതുര സ്തൂപികയുടെ ഉപരിതല പരപ്പളവ് കണ്ടുപിടിക്കണം. ബേസ് പെരിമീറ്റർ, പാദ ചുറ്റളവ് നമുക്ക് തന്നിട്ടുണ്ട്, 64 സെൻറ്റിമീറ്റർ ആണ്. വോളിയം 1280 ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സ് ആണ്. വോളിയം തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മറ്റു വാല്യൂസ് കണ്ടുപിടിക്കാൻ വേണ്ടി വോളിയത്തിൻ്റെ ഇക്വേഷൻ ഉപയോഗിക്കാം. വോളിയത്തിൻ്റെ ഇക്വേഷനിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതിൽ നിന്നും മറ്റ് വാല്യൂസ് കണ്ടുപിടിച്ച് ഏരിയയുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ടോട്ടൽ സർഫസ് ഏരിയ കിട്ടും. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള കാര്യങ്ങൾ എടുത്തെഴുതാം. ബേസ് പെരിമീറ്റർ ഒരു സ്ക്വയർ ആണ്. അപ്പോൾ 4 വശങ്ങൾ, തുല്യമായ 4 വശങ്ങൾ. അപ്പോൾ 4a ഈക്വൽ ടു 64. സിമ്പിളായിട്ട് ഇതിൽ നിന്ന് നമുക്ക് a is equal to 64 divided by 4 ഈക്വൽ ടു 16 സെൻറ്റിമീറ്റർ എന്ന് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ഇനി നമുക്ക് തന്നിട്ടുള്ളത് വോളിയമാണ്. അപ്പോൾ നമ്മൾ വോളിയത്തിൻ്റെ ഇക്വേഷൻ എഴുതുന്നു. മറ്റ് കാര്യങ്ങളൊന്നും നമുക്ക് അറിയത്തില്ല, അതുകൊണ്ട് എന്ത് ചെയ്യാം, എച്ച് നമുക്ക് വേണം. എച്ച് അറിയില്ല, നമുക്ക് എൽ വേണം. എച്ച് കിട്ടിയാൽ എൽ കിട്ടുമായിരിക്കും. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ വോളിയത്തിൻ്റെ ഇക്വേഷൻ, അതായത് 1/3 a സ്ക്വയർ ഇൻറ്റു എച്ച് ഈക്വൽ ടു നമുക്ക് തന്നിരിക്കുന്ന വോളിയം 1280. അപ്പോൾ 1/3 ഇൻറ്റു 16 ഇൻറ്റു 16 ഇൻറ്റു എച്ച് ഈക്വൽ ടു 1280 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എച്ച് ഈസ് ഈക്വൽ ടു 1280. ഇവിടെയുള്ള 3നെ ഡിവൈഡ് ചെയ്യാൻ നിൽക്കുന്ന 3നെ അപ്പുറത്തേക്ക് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇൻറ്റു 3 ആയി, ഡിവൈഡഡ് ബൈ ഇവിടെ മൾട്ടിപ്ലൈ ആയി കിടക്കുന്നത് 16. അപ്പോൾ 16 ഇൻറ്റു 60 ഇത് ചെയ്താൽ നമുക്ക് എച്ചിൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ എച്ച് ഈസ് ഈക്വൽ ടു 1280 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 16 ഇൻറ്റു 16 ഈക്വൽ ടു 15 സെൻറ്റിമീറ്റർ എന്ന് കിട്ടുന്നു. ഇനി നമുക്കിവിടെ 15 എച്ച് കൊണ്ട് നമുക്കിവിടെ കാര്യമില്ല എന്നല്ല, നമുക്ക് സർഫസ് ഏരിയ കാണാൻ വേണ്ടി എച്ച് അല്ല എൽ ആണ് ആവശ്യം. അപ്പോൾ നമുക്ക് എച്ച് അറിയാം, നമുക്ക് എയും അറിയാം. അതിൽ നിന്നും എൽ കണ്ടുപിടിക്കാം. അപ്പോൾ എൽ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എച്ച് സ്ക്വയർ പ്ലസ് a/2 ഹോൾ സ്ക്വയർ. എൽ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എച്ച് സ്ക്വയർ, എച്ച് 15. അപ്പോൾ 15 സ്ക്വയർ പ്ലസ് a 16 ആണ്. അപ്പോൾ a/2 8 സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് 225 പ്ലസ് 8ൻ്റെ സ്ക്വയർ 64 ഈക്വൽ ടു റൂട്ട് ഓഫ് 289 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 17. എൽ അത് നീളമായതുകൊണ്ട് മൈനസ് എടുക്കുന്നില്ല, 17 സെൻറ്റിമീറ്റർ. ഇപ്പോൾ നമുക്ക് എ ഈസ് ഈക്വൽ ടു 16 സെൻറ്റിമീറ്റർ എന്നും എൽ ഈസ് ഈക്വൽ ടു 17 സെൻറ്റിമീറ്റർ എന്നും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് സർഫസ് ഏരിയ ആണ്. ടോട്ടൽ സർഫസ് ഏരിയ ഈക്വൽ ടു ഡയറക്റ്റ് ചെയ്യുന്നു, വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എ സ്ക്വയർ പ്ലസ് 2
AL equal to A square 16 square plus 2 into 16 into L 17 equal to 256 plus 544. അപ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ ഈക്വൽ ടു 256 പ്ലസ് 544 ഈക്വൽ ടു ഇതിനെ കൂട്ടിയാൽ 800 സർഫസ് ഏരിയ ആണ്. അപ്പോൾ സെൻറ്റിമീറ്റർ സ്ക്വയർ 800 സെൻറ്റിമീറ്റർ സ്ക്വയർ ഇതിൻ്റെ സർഫസ് ഏരിയ കിട്ടി. അപ്പോൾ ഇന്ന് 7 പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. ഇനിയും ചെയ്താൽ വീഡിയോയുടെ ലെന്ത് വല്ലാതെ നീണ്ടുപോകും. അതുകൊണ്ട് ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ മറ്റ് കൂടുതൽ പ്രോബ്ലങ്ങളുമായിട്ട്, ഒരുപാട് പ്രോബ്ലങ്ങൾ ചെയ്യാണ്ട് വോളിയം ഇതുവരെ നമ്മൾ ചെയ്തിട്ടുള്ളത് സ്ക്വയർ പിരമിഡ് എത്തിയിട്ടുള്ള ഇനി കോണുണ്ട്, കോണിൽ തന്നെ ആംഗിൾ വെച്ച് ചെയ്യാണ്ട് സെക്ടർ വെച്ചിട്ട് ചെയ്യേണ്ട കോണിൻ്റെ കണക്കുകളുണ്ട്, കോണുണ്ട്, സ്പിയർ, ഹെമിസ്പിയർ, അതിൻ്റെ കോമ്പിനേഷൻ, ഇതൊക്കെ അടുത്ത വീഡിയോയിലായിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വെയിറ്റ് ചെയ്യുക, ഓരോരോ വീഡിയോ അടുത്ത ദിവസങ്ങളിൽ വരുന്നതായിരിക്കും.